അതിൻ്റെ കോളേജ് ദിനം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ വരുന്നതിന് മനസ്സ് കാണിക്കുകയും സന്തോഷത്തോടെ നമ്മുടെ മധ്യയായിരിക്കുകയും ചെയ്യുന്ന ശ്രീ ജോബ് കുര്യനെ എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനവും നന്ദിയും ഞാൻ സന്തോഷത്തോടുകൂടി അറിയിച്ചുകൊള്ളട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും ശരിയെങ്കിൽ ബോധ്യത്തിൽ ഉറച്ച നിലപാടും മനസാക്ഷിക്കനുസരിച്ച് തൻ്റെ ബോധ്യങ്ങളെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ പ്രകടമാക്കുന്നതുമായ അനുകരണീയമായ ഒരു വ്യക്തിത്വമാണ് ജോബ് കുര്യൻ്റേത്. തുടർന്നും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഞാൻ നേരുകയാണ്. കോളേജിൻ്റെ ഈ ദിനാഘോഷത്തിൽ സംബന്ധിക്കുമ്പോൾ ഈ മാറിവാനിയോസ് വിദ്യാനഗർ എന്ന സർവകലാശാല എന്ന് പേര് ലഭിച്ചിട്ടില്ലാത്ത ഈ വിദ്യാപീഠത്തിൻ്റെ ദൈവാനുഗ്രഹം ഹൃദയത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. സർവേശ്വരൻ്റെ കൃപാകടാക്ഷമില്ലാതെ ഇതുപോലെ അനേക ചെറു ക്യാമ്പസുകളും വിശാലമായ വിദ്യാനഗറും സുരക്ഷിതമായും ദർശനാടിസ്ഥാനത്തിലും മുൻപോട്ട് പോവുക സാധ്യമല്ല. ദൈവം നൽകുന്ന വലിയ വാത്സല്യത്തിനും സംരക്ഷണത്തിനും ഞാൻ നന്ദി പറയുകയാണ്. മാർ ഗ്രിഗോറിയോസ് കോളേജ് ഓഫ് ലോ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ ജയറാം സൂചിപ്പിച്ചതുപോലെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിയമ പഠനത്തിൻ്റെ സാധ്യതകളും സാധുതകളും ഈ പൊതുസമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് നമ്മുടെ ഈ കലാലയത്തിന് സാധിക്കുന്നു എന്നുള്ളതിൽ വലിയ അഭിമാനം നിങ്ങളോടൊപ്പം ഞാനും പങ്കുവയ്ക്കുന്നു. റാങ്കുകളുടെ നീണ്ട നിര നമ്മുടെ ഈ കോളേജിൻ്റെ ചരിത്രത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇടം നേടിയിട്ടുണ്ട്. കഠിനാധ്വാനം, ഈശ്വരവിശ്വാസം, ഈ സമൂഹത്തെക്കുറിച്ചുള്ള പ്രതിബദ്ധത ഇതെല്ലാം മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ പഠനത്തിൻ്റെ മികവ് തങ്ങളുടെ കർത്തവ്യമായി കരുതുന്ന ഒരുപറ്റം നിയമ വിദ്യാർത്ഥികൾ ഈ വിദ്യാനഗറിൽ നിന്ന് പുറത്തേക്ക് സമൂഹ നിർമ്മിതിക്കായി ഇറങ്ങുന്നു എന്നുള്ളത് അനൽപമായ സന്തോഷവും ചാരിതാർത്ഥ്യവുമാണ് ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം തന്നെ ലഭിക്കുക. ബഹുമാന്യരായ രക്ഷിതാക്കൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ മക്കളെ ഈ കലാലയത്തിലേക്ക് അയക്കുന്നതിന് നിങ്ങൾ കാണിച്ച ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള വിശ്വസനീയത, നിങ്ങളുടെ താല്പര്യം, അത് ഏറെ ബഹുമാനത്തോടുകൂടി ഞാൻ കാണും. നമ്മുടെ ഈ കലാലയത്തെ സംബന്ധിച്ച് ഇതിൻ്റെ ആദ്യ ദിനം മുതലുള്ള കെട്ടുപണിയിൽ, നിർമ്മിതിയിൽ വലിയ ഒരു പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് ഡയറക്ടറായി, ഇതിൻ്റെ പ്രഥമ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ അഞ്ചൽ സെയിൻറ്റ് ജോൺസ് കോളേജിൻ്റെ ബ്രസാറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജിനോയ് എച്ചിൻ്റേത്. ഈ കോളേജ് ഇവിടെ തുടങ്ങുന്ന സന്ദർഭം മുതൽ അതിൻ്റെ ആലോചനക്കാരനായും മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി മാനേജരുടെ പ്രതിനിധിയായി ഈ ക്യാമ്പസിൽ സജീവമായ സാന്നിധ്യവും നേതൃത്വവും അദ്ദേഹം നൽകി വന്നു. അശ്രാന്തമായ പരിശ്രമം, കലർപ്പില്ലാത്ത സമർപ്പണം, അടിയുറച്ച ദൈവവിശ്വാസം, എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുന്നതിനുള്ള അച്ഛൻ്റെ പ്രത്യേകമായ ഒരു ആത്മസന്തോഷവും സമർപ്പണവും അതെല്ലാം ഒത്തുചേർന്നപ്പോൾ നമ്മുടെ ഈ ക്യാമ്പസിൽ വലിയ ഒരു വിദ്യാപീഠം ഉയർന്നു വന്നു. ബഹുമാനപ്പെട്ട ജിനോയിച്ചൻ നമ്മുടെ ഈ കലാലയത്തിന് എന്ത് ആയിരുന്നുവോ, ഇപ്പോൾ അദ്ദേഹം മറ്റൊരു സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരനാണ് എന്ന് വരികിലും ഇപ്പോഴും അദ്ദേഹം ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യം
നമുക്ക് അദ്ദേഹത്തോട് പ്രകടിപ്പിക്കാനുള്ള കൃതജ്ഞതയുടെ ഒരു സന്ദർഭത്തിൽ കൂടിയാണ്. ബഹുമാനപ്പെട്ട ജിനോയിച്ചിന് മാനേജ്മെൻറ്റിൻ്റെയും നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരുടെയും പേരിൽ, കോളേജിൻ്റെ പേരിൽ ഹൃദയപൂർവമായ നന്ദി സന്തോഷത്തോടുകൂടി നിങ്ങളുടെ നിറഞ്ഞ കയ്യടിയോട് ചേർത്ത് ഞാൻ നൽകുന്നു. സർവേശ്വരൻ ധാരാളമായി അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് ചുമതലയേറ്റ് ഇപ്പോൾ ഈ കോളേജിൻ്റെ ഡയറക്ടറായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്, ഉന്നതമായ വിദ്യാഭ്യാസ പഠനം പൂർത്തിയാക്കി PhD സ്വന്തമാക്കി ഇവിടെ ഇപ്പോൾ നമ്മുടെ മധ്യ സന്നിഹിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ഷൈജു അച്ഛൻ്റെ പ്രത്യേക സമർപ്പണമാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ സമർപ്പണവും നേതൃത്വവും നമ്മുടെ ഈ കലാലയത്തിന് തുടർന്നുള്ള വളർച്ചയ്ക്ക് ഉപകരിക്കും എന്ന് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. ബഹുമാനപ്പെട്ട ഷൈജു അച്ഛൻ ഈ കലാലയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു, സജീവമായി ഇതിൽ പൂർണ്ണമായി ചേർന്നിരിക്കുന്നു. പ്രിൻസിപ്പലിനോടും ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളോടും വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും ചേർന്ന് നിന്ന് ഈ കലാലയത്തിന് വേണ്ടി അദ്ദേഹം തൻ്റെ സമർപ്പണം ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളും നമ്മുടെ ഈ കലാലയത്തിൻ്റെ വിജയത്തിന് ഉപകരിക്കും എന്ന് പൂർണ്ണമായ ബോധ്യം നമുക്ക് നൽകിക്കഴിഞ്ഞു. അദ്ദേഹത്തെയും ഔദ്യോഗികമായി സന്തോഷത്തോടുകൂടി നമ്മുടെ ഈ ക്യാമ്പസിലേക്കും ഈ ചുമതലയിലേക്കും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറക്കാനാവാത്ത ഒരു നാമമാണ് നമ്മെ സംബന്ധിച്ച് ഡോക്ടർ വിക്രമൻ നായരുടേത്. അദ്ദേഹം ഈ കലാലയത്തിൻ്റെ പ്രിൻസിപ്പലായി, ഇതിൻ്റെ ഫൗണ്ടിംഗ് പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിച്ചു. ഈ കലാലയത്തിന് ഉത്തമമായ ദിശാബോധം നൽകി വളരെ ക്രിയാത്മകമായ പ്രവർത്തനത്തിലൂടെ ഈ കലാലയത്തെ മുൻപോട്ട് നയിച്ചു. അദ്ദേഹത്തിൻ്റെ സേവനം നമ്മുടെ ഈ കലാലയത്തിന് അനിവാര്യമാകയാൽ അദ്ദേഹത്തോട് സ്നേഹപൂർവമായി നിർബന്ധിച്ചത് അനുസരിച്ച് അദ്ദേഹം തൻ്റെ സേവനം ഈ കലാലയത്തിൽ തുടരുന്നു. അക്കാഡമിക് കാര്യങ്ങളുടെ മാർഗനിർദ്ദേശകനായും ഈ കോളേജിൽ നടക്കേണ്ടുന്ന പാഠ്യപദ്ധതിയുടെ പുതിയ മാനങ്ങളിലേക്കുള്ള പ്രവേശനം സാധ്യതകൾ കണ്ടുപിടിക്കുന്നതിനുള്ള പ്രചോദകനായും പ്രചാരകനായുമെല്ലാം അദ്ദേഹം നമ്മുടെ മധ്യയുണ്ട്. അദ്ദേഹത്തിൻ്റെ കലർപ്പില്ലാത്ത സമർപ്പണം എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. വിക്രമൻ നായർ സാറുടെ സാന്നിധ്യം സന്തോഷത്തോടുകൂടി ഈ കോളേജിന് അദ്ദേഹം നൽകുന്ന എല്ലാ സേവനങ്ങൾക്കും പ്രത്യേകമായ നന്ദിയും അദ്ദേഹത്തോടുള്ള നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഡോക്ടർ ജയറാം നിങ്ങളുടെ പ്രിൻസിപ്പളാണ്. നിങ്ങളുടെ പ്രിൻസിപ്പലിനെ കുറിച്ച് മാനേജരായ ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ സമർപ്പണവും അദ്ദേഹത്തിൻ്റെ ഇടപെടലും മാനേജ്മെൻറ്റിനോട് ചേർന്ന് നിന്ന് പോകുന്നതിനും നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതിന് അദ്ദേഹം കാണിക്കുന്ന വലിയ ഉദാത്തമായ സമർപ്പണവും എല്ലാം പ്രത്യേകതയുള്ള ജീവിതത്തിൻ്റെ വൈശിഷ്ട്യഭാവങ്ങളാണ്. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിൻ്റെ സേവനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ നമുക്ക് റാങ്കുകൾ മാത്രമല്ല, ഇവിടുത്തെ ഒരു ഫോർമേഷൻ, നമ്മൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹബ്ബ് എന്ന നിലയിൽ മാത്രമല്ല, ഫോർമേഷൻ അത് എൻഹാൻസ് ചെയ്യുന്ന ഒരു പീഠമായി കൂടി ഈ കലാലയത്തെ നിലനിർത്തുന്നത് നമ്മുടെ ഈ 3 വ്യക്തികളും ഒപ്പം സേവന സന്നദ്ധരായ ഇവിടുത്തെ അധ്യാപക സമൂഹവുമാണ്. അവരോടുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ കുടുംബ സദസ്സിൽ സന്തോഷത്തോടുകൂടി അറിയിക്കട്ടെ. പരിചയമുള്ളവർ, വിദ്യാസമ്പന്നർ, പരിചയം, ജീവിതത്തിൻ്റെ അനുഭവം ഇതെല്ലാം ചേർത്ത്
പുതിയ തലമുറയെ പരിശീലിപ്പിക്കുവാൻ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നവർ, ഈ കലാലയത്തിലെ എല്ലാ ബഹുമാന്യരായ അധ്യാപകരെയും, നമ്മുടെ ഓഫീസിലും ചെറുതും വലുതുമായ മറ്റ് ശുശ്രൂഷകൾ, സേവന കേന്ദ്രങ്ങൾ തുടങ്ങിയ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്ന സകലരെയും ഞാൻ അഭിനന്ദിക്കുകയും ഹൃദയപൂർവ്വം നന്ദി സമർപ്പിക്കുകയുമാണ്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന 2 വ്യക്തികൾ കൂടി ഉണ്ട്. നിങ്ങളെന്നും കണ്ടുകൊണ്ട് കോളേജിൻ്റെ ക്ലാസ് മുറിയിലേക്കും അകത്തളത്തേക്കും പ്രവേശിക്കുന്ന 2 മുഖം. അതുകൊണ്ട് പ്രിൻസിപ്പലിൻ്റെയും ഡയറക്ടറുടെയും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന രാഷ്ട്രപിതാവിൻ്റെയും, നിങ്ങളെ സ്വീകരിച്ച് ഈ ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഇതിൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും മുഖങ്ങളാണ്. ഹൂ ഈസ് ദ ലീഡർ ഓഫ് ദ നേഷൻ? വ്യത്യസ്തമായ ഉത്തരങ്ങൾ വരാം. പക്ഷേ ഈ സനാതന ധർമ്മം പുലർത്തുന്ന മഹത്തായ നമ്മുടെ ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളെ മുഴുവൻ ഒരേ ചരടിൽ കോർത്തിണർക്കി എല്ലാ ജനവിഭാഗങ്ങളെയും ഒരു മനുഷ്യൻ തൻ്റെ കൂടെ ചേർത്ത് നിർത്തിയെങ്കിൽ ആ മനുഷ്യൻ്റെ പേരാണ് ലീഡർ ഓഫ് ദ നേഷൻ. അങ്ങനെയെങ്കിൽ ലീഡർ ഓഫ് ദ നേഷൻ ഇസ് എംഫാറ്റിക്കലി ആൻഡ് ജെന്യുവിൻലി ഇസ് മഹാത്മാഗാന്ധി. ഗാന്ധിജിയാണ് നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ പിതാവും തലവനും. ഏതെല്ലാം മാറ്റങ്ങൾ വന്നാലും, ഏതെല്ലാം വിപ്ലവങ്ങൾക്ക് ഈ ദേശം സാക്ഷിയാകേണ്ടി വന്നാലും, അതുല്യമായ, ലോകം കണ്ടിട്ടില്ല എന്ന് പറയുവാൻ തക്ക വിധമുള്ള അസാധാരണമായ പ്രതിഭയുടെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈസ് ട്രൂലി ദ ലീഡർ ഓഫ് ദ നേഷൻ. ബ്രിട്ടീഷ് രാജ്ഞിയുടെ മുൻപിലും ഗംഗാനദിയുടെ തീരത്തും സാധാരണക്കാരുടെ മധ്യത്തിലും ഉപ്പു സത്യാഗ്രഹത്തിലും വൈസ്രോയിയുടെ അടുത്തും ഈ മനുഷ്യൻ നിലകൊണ്ടത് ഒറ്റയ്ക്കായിരുന്നില്ല. ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ എല്ലാ സമൂഹങ്ങളെയും കൂടെ നിർത്തിയാണ്. നിയമം പഠിക്കുന്ന ഈ വിദ്യാപീഠത്തിലെ അധ്യാപകരും ഇവിടുത്തെ വിദ്യാർത്ഥികളും വരും തലമുറയിലെ വിദ്യാർത്ഥികളും ഈ രാഷ്ട്രപിതാവിനെ കണ്ടാണ് ഈ കലാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമായി ഞാൻ കാണുന്നില്ല. His statue is kept in such a way that nobody can forget this face. നമുക്കത് അനുഗ്രഹമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല, ഈ രാഷ്ട്രത്തിൻ്റെ മകനോ മകളോ ആണോ, we are passing from the sight, through the sight of the leader of the nation. ഈ ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾക്ക് നിയമപരമായ സാധുതയും നിയമപരമായ സാധ്യതകളും നീതിയുടെ പക്ഷത്തു നിന്ന് സകലരെയും ഉൾക്കൊള്ളുവാനുള്ള സമർപ്പണവും പഠിക്കുന്ന ഒരു സർവകലാശാലയായി ഭാവിയിൽ ഇത് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ രാഷ്ട്രപിതാവിൻ്റെ മുമ്പിൽ ഈ കലാലയം ഒന്നായി ആദരവ് സമർപ്പിക്കുന്നു. പാഠങ്ങൾ പഠിക്കുന്നതിനും ആ പാദങ്ങളിൽ കരങ്ങൾ ചേർത്ത് വെച്ച് ശക്തി സംഭരിക്കുന്നതിനും നമ്മുടെ ഈ കലാലയത്തിന് എന്നും കഴിയുമാറാകട്ടെ. രാഷ്ട്രപിതാവിൽ നിന്ന് ഒരു പടി നടന്ന് കലാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗീയ പ്രഭ തൂകി അനുഗ്രഹിച്ച് കരം ഗ്രഹിക്കുന്ന ഒരു സ്വർഗീയ മധ്യസ്ഥൻ നമുക്കുണ്ട്, ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. തിരുമേനി ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഒക്ടോബർ മാസം 10-ാം തീയതി 25 വർഷമായി. അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം സ്നേഹം മമ ദീപം എന്നായിരുന്നു. ശ്രീമതി ലക്ഷ്മി എൻ മേനോൻ എന്ന ക്യാപ്റ്റൻ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന
ലോകമാദരിക്കുന്ന, ഭാരതമാദരിക്കുന്ന ഈ വന്യവയോധികയായ മൂത്ത സഹോദരി, അമ്മയ്ക്ക് തുല്യയായ ഈ സഹോദരി ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെക്കുറിച്ച് പറഞ്ഞത്, ആർച്ച് ബിഷപ്പ് ഗ്രിഗോറിയോസോ, അദ്ദേഹം എൻ്റെ മകനാണ്, ഈസ് മൈ സൺ. ജാതി, മത, വർഗം, രാഷ്ട്രീയം, പ്രാദേശികമായ ഇടുങ്ങിയ ചിന്തകൾ നമ്മുടെ വർത്തമാനകാലത്തെ മനസ്സിനെ ദുർബലമാക്കുമ്പോൾ ഹൈന്ദവ കുടുംബത്തിലെ ഒരമ്മ ക്രിസ്തീയ സഭയിലെ ഒരു മഹാപുരോഹിതനെ നോക്കി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നോക്കിയിട്ട് ലോകത്തോട് പറഞ്ഞത്, ഹീ ഈസ് മൈ സൺ. അത് പറയുന്നതിനുള്ള ആർജവത്വം ഒരമ്മ എന്ന നിലയിൽ ഈ മഹതിക്കും മകൻ എന്ന നിലയിൽ ഈ ആർച്ച് ബിഷപ്പിനും തമ്മിലുണ്ടായിരുന്നു എന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിയമം പഠിക്കുന്നത് ഈ മണ്ണിൽ നീതി സമീപത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ്. നീതി അകലെയല്ല, നീതി സമീപത്ത്. ജസ്റ്റിസ് ഈസ് ടാഞ്ചിബിൾ, വി ക്യാൻ ടച്ച്, വി ക്യാൻ റിസീവ്. ഈ മഹാനായ ഗ്രിഗോറിയോസ് തിരുമേനി ഈ കേരളക്കരയിൽ പുതിയ തലമുറയ്ക്ക് പരിചയമില്ലെങ്കിലും ഒരു സംഭവം പറയാം. ചാലയിലും പൂവാറിലും സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയിൽ ചാളയിലെ കമ്പോളങ്ങളിൽ തീജ്വാല ഉയർന്നപ്പോൾ അന്നത്തെ DGP മുഖ്യമന്ത്രിയോട് ചോദിച്ചു, എത്ര പോലീസുകാരെ ചാലയിലേക്ക് അയക്കണം? മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്, പോലീസിനെ അയക്കാൻ വരട്ടെ, നിങ്ങൾ പട്ടത്ത് ആർച്ച് ബിഷപ്സ് ഹൗസിൽ ചെന്ന് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ആസ്ക് ഹിം ടു കം ടു ചാലൈ and you may not need police anymore over there. തിരുമേനിയും മറ്റ് സമുദായത്തിലെ നേതാക്കളും ഒരുമിച്ച് നടന്ന് ചാലയിലെ കമ്പോളത്തിലൂടെ നടന്ന് അദ്ദേഹം ഒരു ദിവസം 3 മണിക്കൂർ അവിടെ ചെലവഴിച്ചു. DGP ആഗ്രഹിച്ചതുപോലെയും ആവശ്യപ്പെട്ടതുപോലെയും പോലീസ് വരേണ്ടി വന്നില്ല. മതസൗഹാർദ്ദത്തിൻ്റെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെയും അടിസ്ഥാനപരമായ ഒരു പുതിയ മുഖം നൽകുന്നതിന് നമ്മുടെ ഈ കോളേജിൻ്റെ സ്വർഗീയ മധ്യസ്ഥന് സാധിച്ചു എന്നുള്ളത് ചരിത്രത്തിലെ പ്രത്യേകമായ ഒരനുഭവമാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, രാഷ്ട്രപിതാവിനെ സ്മരിച്ചും ആദരിച്ചും സ്വർഗീയ മധ്യസ്ഥനായ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ അദ്ദേഹത്തിൻ്റെ നാമത്തിലാണ് ഈ കോളേജ് സ്ഥാപിച്ചത്. അതിന് അടിസ്ഥാന കാരണം ഞാൻ സൂചിപ്പിച്ച ഉദാഹരണങ്ങൾ അടങ്ങുന്ന അനേകായിരം അനുഭവ സാക്ഷ്യങ്ങളുടെ പിൻബലത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സ്വർഗീയ കൃപയുള്ള പ്രാർത്ഥനയുള്ള ഈ കലാലയം എല്ലാവർക്കും, ദേശത്തിന് മുഴുവൻ നിയമപഠനത്തിൻ്റെ പുതിയ മുഖം നൽകുന്നതിന്, സമഗ്രതയുടെ അനുഭവം നൽകുന്നതിന്, എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഭാരതത്തിൻ്റെ, പുതിയ ഭാരതത്തിൻ്റെ നവോന്മേഷ ഭാവം നൽകുന്നതിന് മാർ ഗ്രിഗോറിയോസ് കോളേജ് ഓഫ് ലോയ്ക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കയ്യെഴുത്ത് മാസികയിൽ നിന്ന് കേരളത്തിലെ നിയമപഠന കേന്ദ്രങ്ങളിലെ മികച്ച കോളേജ് മാഗസിനായി വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കോളേജ് മാഗസിൻ്റെ മുഖ്യ തൂലിക ചലിപ്പിച്ച പ്രിയപ്പെട്ട രാഹുൽ കൃഷ്ണനെ നിങ്ങളുടെ പേരിൽ അഭിനന്ദിച്ചുകൊണ്ടും എല്ലാ നന്മകളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ടുഗദർ വി ഷാൽ ബിൽഡ് അപ്പ് ദിസ് കോളേജ് ആൻഡ് വി വിൽ ടേക്ക് ദിസ് കോളേജ് ടു ദ ഹൈറ്റ്സ് ഓഫ് ഇറ്റ്സ് ഗ്ലോറി ത്രൂ ഹാർഡ് വർക്ക്, collaboration, allegiance to our nation, and submitting ourselves to the Supreme Lord and to the culture of the precious land. Jai Hind. Thank you, Tirumeni, for those inspiring words. Now I request His Beatitude Cardinal Clemes to present a token of our love and appreciation to former Director Reverend Father Genoy Matthew for all his contributions that he has made towards this college. Students, please join your hands together
for our former director. Darkness recedes before light. Light allows us to grasp knowledge, wisdom, and free will. Darkness represents ignorance. It causes us all to stray from the path. Therefore, to solemnize this occasion, I call upon His Beatitude and the dignitaries on the dais to set the lamp aflame and inaugurate the function. Students, now we present before to you the event launch of Gregorio 2K19. Add life to your days. Our chief guest today is a renowned musician of high repute. He is a youth icon who has contributed immensely to the music culture of Kerala and brought it to greater heights, and continues to inspire the youth to take up music with a passion. This gifted musician has made a special place for himself in the hearts of all music lovers with his energetic live concerts. Students, put your hands together as I invite Mr. Job Kurian to address the gathering. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന തിരുമേനിയും മറ്റു വിശിഷ്ട വ്യക്തികളും എന്താ പറയണ്ട, ഞാൻ വന്നപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഫോർമലായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഒരു ഓറ ഉണ്ടല്ലോ, നമ്മൾ ലൈവ് ഒരു വൈബ് എന്നൊക്കെ പറയുന്ന ഒരു പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ സൗണ്ട് ചില പ്രശ്നങ്ങളൊക്കെ അതൊക്കെ നാച്ചുറലാണ് കേട്ടോ. അതിപ്പോൾ എല്ലാവരുടെ സൈഡിൽ നിന്നും സംഭവിക്കുന്നതാണ്. കേബിളിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ ശബ്ദങ്ങളൊക്കെ സംഭവിക്കും. ആരുടെയും തെറ്റൊന്നുമല്ല. ഇങ്ങനത്തെ ഓഫ് ഡേ ഒക്കെ എല്ലാവർക്കും, പാട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ബട്ട് അതിൻ്റെയൊക്കെ മറികടന്നൊരു ഓറ, തിരുമേനിയുടെ എന്താ പറയുക ഒരു പ്രസംഗം അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു പ്രസൻസ്, ഈ എല്ലാ കാര്യങ്ങളെയും മറച്ചൊരു ഭയങ്കര പോസിറ്റീവ് ഒരു എനർജി ഈ സ്റ്റേജിലും ഇവിടെയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതൊരു ശരിക്കൊരു ബ്ലെസ്സിങ് ആണ്. ചില എന്താ പറയുക അങ്ങേയറ്റം അനുഗ്രഹീതരായ വ്യക്തിത്വങ്ങളുടെയും ചില ഒരു ഗ്രേസാണ്, ഒരു ഗ്രേസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ഈ ഫങ്ഷൻ നല്ല സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം. ഞാനിന്ന് ഇവിടെ വരാൻ പറ്റിയത് എനിക്ക് വലിയ സന്തോഷം. തിരുമേനിയെ പേഴ്സണലായിട്ട് പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഞാൻ കൂടുതൽ ഇങ്ങോട്ട് സംസാരിച്ച് ബോറാക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പാട്ടിങ്ങനെ തിരുമേനിയുടെ വിത്ത് യുവർ പെർമിഷൻ ക്യാൻ ഐ ക്യാരി ഓൺ വിത്ത് കപ്പിൾ ഓഫ് സോങ്സ്. ഒരു എന്താ പറയണ്ടേ,
കുറച്ച് നിങ്ങളുടെ സഹായം കൂടെ ഉണ്ടെങ്കിലേ പാടാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന്. അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളതുകൊണ്ട്, ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ, എൻ്റെ അടുത്ത് സൈജോട്ടം അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര അടിപൊളി പാട്ടൊന്നും പാടരുത്, തിരുമേനി ഇരിക്കുന്നതാണ്. വിത്ത് ഓൾ റെസ്പെക്ട് തിരുമേനി, അങ്ങനെയല്ല, നമുക്ക് മ്യൂസിഷ്യൻസിൻ്റെ ഒരു ഇത് വെച്ചിട്ടങ്ങ് പോവുകയാണ്. വിത്ത് യുവർ പെർമിഷൻ, കപ്പിൾ ഓഫ് സോങ്സ്. ഓക്കെ ചേട്ടാ, കുറച്ച് ഡിലേ, കുറച്ച് റിബേർബ്. ഇന്നലകളെ തിരികെ വരുമോ കനവിനഴകെ പിറകെ വരുമോ ഒന്നു കനവു തരുമോ കൂടെ വരുവാ ചിറകു തരുമോ ഇന്നലകളെ തിരികെ വരുമോ കനവിനഴകെ പിറകെ വരുമോ ഒന്നു കനവു തരുമോ കൂടെ വരുവാ ചിറകു തരുമോ. ഒരു കോളേജ് ക്യാമ്പസിൽ പോകുമ്പോൾ ഞാൻ മിക്കപ്പോഴും പാടാറുണ്ട്, ബിക്കോസ് ഇറ്റ് ഗീവ്സ് ലോട്ട് ഓഫ് മെമ്മറീസ്. പഴയ കാലങ്ങൾ, ഇപ്പോൾ ഞാൻ പാസ് ഔട്ടായിട്ട് ഒത്തിരി കൊല്ലമായി, ബട്ട് ഐ എം ഗോയിങ് ബാക്ക് ടു മൈ എഞ്ചിനീയറിംഗ് ഡേയ്സ് വെൻ ഐ സിംഗ് ദിസ് സോങ്. ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ കണക്റ്റഡ് ടു ദിസ് ട്രാക്ക്. താങ്ക് യു ദീപക് ദേവ് സർ ഫോർ ഗിവിംഗ് ദിസ് വണ്ടർഫുൾ 4 lines ഓഫ് മ്യൂസിക് ടു മീ. അപ്പം എന്തായാലും വേറെ ഇനിയിപ്പം കുറച്ച് ഫാദർ ഒന്ന് അതെ അതെ ഓക്കെ പാടത്തില്ലേ, ഇന്ന് പോരാ. ഓക്കെ. എന്നിലെ ചുടുതാളമായി ഒരു യാത്രയായി പദയാത്രയായി ഗതകാലമേ കുളിരോർമയായി ഒരു യാത്രയായി പദയാത്രയായി പറയാൻ മറന്ന വാക്കുമായി മനതാരിലായിതാ നിറദീപമേ കിനാവു പോൽ എൻ കണ്ണിലേകുവാ നിഴൽ പോലെ ആഴലാലേ